വോട്ടിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച വെള്ളിമാടുകുന്ന് JDTയിലെ അതീവ സുരക്ഷാ മുറി തുറന്നതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ റിട്ടേണിംഗ് ഓഫീസറോട് വിശദീകരണം തേടി ഡെപ്യൂട്ടി കളക്ടർ. സംഭവത്തിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായുള്ള പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണിതെന്നും പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസറെ പുറത്താക്കണമെന്നും UDF നേതൃത്വം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ UDF മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും ജില്ലാ വരണാധികാരിക്കും പരാതി നൽകി. കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT സ്കൂളിൽ വോട്ടിംഗ് യന്ത്രങ്ങളും സാമഗ്രികളും സൂക്ഷിച്ച സ്ട്രോങ് റൂം നിലനിൽക്കുന്ന സ്ഥലത്തെ റിസർവ് റൂം തുറന്നത് സംബന്ധിച്ച് വലിയ വിവാദമാണ് ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇതെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും MK രാഘവൻ MPയും ആരോപിച്ചു. സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരിക്കലും ഉണ്ടാകാറില്ല. എൻ്റെ അനുഭവത്തിൽ ഇങ്ങനത്തെ സംഭവമില്ല. ഒന്ന്, ഇത് സീൽഡാണ്. ഈ സീൽഡ് ക്യാമ്പസിനുള്ളിൽ എങ്ങനെ കയറുന്നു, എന്തിനു കയറുന്നു, ആർക്ക് വേണ്ടി? ഇത് ദുരൂഹതയുണ്ട്. പോളിംഗ് കഴിഞ്ഞ് സ്ട്രോങ് റൂമിൽ ബാലറ്റ് പെട്ടി വെച്ച് എല്ലാ ഏജന്റുമാരും ഒപ്പിട്ടതിന് ശേഷം എന്ത് വെരിഫിക്കേഷൻ? ഏതായാലും അട്ടിമറിക്കുള്ള ശ്രമം ആരംഭിച്ചു എന്നുള്ള കാര്യത്തോട് തർക്കമില്ല. സംഭവം വിവാദമായതിന് പിന്നാലെ ഡെപ്യൂട്ടി കളക്ടർ ഇത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി. പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർക്ക് വീഴ്ച സംഭവിച്ചതായാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചില രേഖകളുടെ പകർപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി റിട്ടേണിംഗ് ഓഫീസർ നേരത്തെ എടുത്തുവെക്കേണ്ടതായിരുന്നു. എന്നാൽ വരണാധികാരി അക്കാര്യം മറന്നുപോയി. ഇതോടെയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച കേന്ദ്രത്തിലെ അതീവ സുരക്ഷാ മുറി ഉദ്യോഗസ്ഥർക്ക് തുറക്കേണ്ടി വന്നതെന്നാണ് ഡെപ്യൂട്ടി കളക്ടർ വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസറോട് വിശദീകരണം തേടിയിരിക്കുന്നത്. രേഖാമൂലമുള്ള മുന്നറിയിപ്പില്ലാതെയാണ് ഇത്തരമൊരു നടപടിയെന്ന് പേരാമ്പ്ര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയും ആരോപിച്ചിരുന്നു. ഇന്ന് രാവിലെ കോടതി പോകുന്ന വഴിയിൽ വക്കീൽ ഇവിടെ ഓപ്പൺ ചെയ്യും എന്ന് അറിഞ്ഞതുകൊണ്ട് ഓടി വന്നതാണ്. ഇവർ ഈ തീരുമാനം, ഞങ്ങൾക്കൊരു ഇൻഫോർമേഷൻ എന്തിന് തുറക്കുന്നു, എന്താണ് കാര്യം, ഇവിടെ മെറ്റീരിയൽ റൂം ഉണ്ട്, ആ മെറ്റീരിയൽ റൂം ഓപ്പൺ ചെയ്യണം. അപ്പം ഞാൻ ആറോനോട് ഫോണിൽ രാവിലെ വിളിച്ച് പറഞ്ഞതാണ്, നിങ്ങൾ മെറ്റീരിയൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സാധനം ഇവിടെയാണോ കൊണ്ടുവെക്കേണ്ടത്, സ്ട്രോങ് റൂമിലാണോ? അത് നിങ്ങൾ ഓഫീസിലല്ലേ വെക്കേണ്ടത്? ഇത് ഞങ്ങളെ പേരാമ്പ്ര കോൺസ്റ്റിറ്റ്യൂൻസി മാത്രമാണോ നിങ്ങൾ തുറക്കുന്നത്? അതെ, ബാക്കിയുള്ളത് നിങ്ങൾ തുറക്കുന്നുണ്ടോ, വെരിഫിക്കേഷൻ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അതിനെപ്പറ്റി അറിയില്ല, ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല, പേരാമ്പ്രയാണ് ഇപ്പൊ തുറന്നത്. ഇനി അതിനകത്തുള്ള ആളുകളെ എനിക്ക് അറിയില്ല. എനിക്ക് അറിയുന്നത് ആരുമാണ്, അവര് പറയുന്ന ആളുകൾ അകത്തുള്ള ആളുകളെ ഒന്നും അറിയുന്ന ആളുകളല്ല. സംഭവം വിവാദമായതിന് പിന്നാലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് തുറന്നതെന്നും എൻകോർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്നും പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസർ തുടക്കത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ റിട്ടേണിംഗ് ഓഫീസർക്ക് വീഴ്ച ഉണ്ടായെന്ന വിലയിരുത്തലോടെ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിച്ചിരിക്കുകയാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.